കൊല്ലത്ത് CPM പ്രവർത്തകരുടെ ഭീഷണി കാരണം ജോലി ചെയ്യാൻ കഴിയുന്നില്ലെന്ന് ഒരു പാവം വില്ലേജ് ഓഫീസറുടെ പരാതി. നെടുമ്പന വില്ലേജ് ഓഫീസറാണ് കളക്ടർക്കും പോലീസിനും പരാതി നൽകിയത്. സർക്കാർ ഭൂമി കയ്യേറി പരസ്യ ബോർഡ് സ്ഥാപിക്കാൻ ശ്രമിച്ചത് തടഞ്ഞതാണ് CPM നേതാവിന് തന്നോടുള്ള വിരോധത്തിന് കാരണമെന്നാണ് വില്ലേജ് ഓഫീസറുടെ പരാതി. പരാതിയുടെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. ദിലീപ് ദേവസ്യയുടെ കൂടുതൽ വിവരങ്ങളുമായി. ദിലീപ് ദേവസ്യ, ഇതൊരു വ്യക്തിവിരോധമാണോ പിന്നീട് ഒരു പാർട്ടി വിരോധമായിട്ട് മാറുന്നതും ഈ വില്ലേജ് ഓഫീസർക്ക് അവിടെ പണിയെടുക്കാൻ പറ്റാത്ത സാഹചര്യമാണോ? ഗുഡ് മോർണിംഗ് ദിലീപ്. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. നെടുമ്പന വില്ലേജ് ഓഫീസറാണ് ഈ പരാതി ഇപ്പോൾ കളക്ടർക്ക് നൽകിയിരിക്കുന്നത്. കളക്ടർക്ക് മാത്രമല്ല ഇവിടുത്തെ പോലീസിനും നൽകിയിട്ടുണ്ട്. ഈ നെടുമ്പന പഞ്ചായത്തിലെ സർക്കാർ ഭൂമിയിൽ വലിയ കൂറ്റൻ ഹോർഡിങ്സ് സ്ഥാപിക്കുക, അത് ഭൂമി കയ്യേറി സ്ഥാപിക്കാൻ ഈ പാർട്ടി പ്രവർത്തകർ തയ്യാറായി. അത് തടഞ്ഞതാണ് തന്നോടുള്ള ഇത്തരത്തിൽ വൈരാഗ്യം ഉണ്ടാകാൻ കാരണമെന്നാണ് ഇപ്പോൾ ഈ വില്ലേജ് ഓഫീസർ പറയുന്നത്. ഇതിനെ കൂടാതെ ഇത് തടഞ്ഞതോടുകൂടി തന്നെ തൻ്റെ വീഡിയോ അടക്കം എടുത്ത് അഴിമതിക്കാരനാണെന്ന് പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തോട് പറഞ്ഞത് തനിക്ക് CPM പാർട്ടി എന്താണെന്നറിയില്ല, തൻ്റെ കാല് തല്ലിയൊടിച്ച് ആറ്റിൽ താത്തുമെന്നുള്ള ഭീഷണി അടക്കം വരുത്തുകയും ചെയ്തു. ഇത് അടക്കം ഭീഷണി വന്നതോട് പേടിച്ച് അദ്ദേഹം പറയുന്നത് താൻ നാളെ ഒരു നവീൻ ബാബു ആകാനുള്ള സാധ്യതയുണ്ട്, തനിക്ക് ആത്മഹത്യ ചെയ്യണമെന്നുള്ളൊരു വക്കിലാണുള്ളത്, ഇതിന് കൃത്യമായ നടപടി ഉണ്ടാകണമെന്നുള്ള കാര്യങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കലക്ടർക്ക് പരാതി നൽകിയിരിക്കുന്നത്. പാർട്ടി പ്രവർത്തകർ തന്നെ ഭീഷണിപ്പെടുത്തുന്നു, തൻ്റെ വീടിൻ്റെ പരിസരത്തെത്തി തൻ്റെ കുടുംബത്തെക്കുറിച്ച് അന്വേഷിക്കുകയടക്കം ചെയ്യുമ്പോൾ തനിക്ക് വല്ലാതെ ഭയം തോന്നുന്നു എന്നാണ് ഇന്നലെ ഞാൻ അദ്ദേഹവുമായി ഫോണിൽ സംസാരിച്ചപ്പോൾ തൻ്റെ അടുത്ത്. നെടുമ്പന വില്ലേജ് ഓഫീസർ, നമസ്കാരം. ഗുഡ് മോർണിംഗ്. എന്താ പറ്റിയത്? ഇവരാരാ ഭീഷണിപ്പെടുത്തുന്നത്? എന്തിനാണ് ഇവർ ഭീഷണിപ്പെടുത്തുന്നത്? സാറേ, ഞാൻ ഈ വില്ലേജ് ഓഫീസിൽ എൻ്റെ അധികാര പരിധിയിൽ ഒരു പുറമ്പോക്ക് ഭൂമി ഇവന്മാർ കൈയേറി കളിസ്ഥലം പരസ്യ ബോർഡ് സ്ഥാപിക്കാൻ ശ്രമിച്ചു. അപ്പൊ ഞാൻ എന്റെ സ്റ്റാഫിനെ വിട്ട് 3 ദിവസമായിട്ട് അന്വേഷിച്ചിട്ട് ഇത് ആരാ ചെയ്യുന്നത് നമുക്ക് പിടികിട്ടത്തില്ല. പബ്ലിക് ചെയ്യുന്ന പൊതുജനങ്ങൾ ചെയ്യുന്നുള്ള പറച്ചില്ല. മെമ്പർമാരോട് അന്വേഷിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇതാരെങ്കിലും നിങ്ങളൊരു പേരാണ്, എനിക്ക് നോട്ടീസ് കൊടുക്കണം. അപ്പൊ അതിനും ആരുമില്ല. പിന്നെ നമ്മുടെ മേലുദ്ദേശം നിർദ്ദേശം എന്ന് പറഞ്ഞാല് അത് എവിക്റ്റ് ചെയ്യുന്നുള്ള, ഒഴിവാക്കി ആ സ്ഥലം നമ്മുടെ സർക്കാരിലേക്ക് തിരിച്ചു കൊണ്ടുവന്നുള്ളതാണ്. ഈ ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തു, കുറെ ആൾക്കാർ ചേർന്ന് അന്ന് കുറെ ഭീഷണിപ്പെടുത്തലും ഇവിടെ തിരിച്ചു പോകത്തില്ല, ആക്ഷേപിക്കാൻ രീതിയിലെല്ലാം എന്നെ ആക്ഷേപിച്ചു. നേരിട്ട് വന്നു. ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ഒരു കൂട്ടം എന്ന് വെച്ചാൽ 1-2 പേരല്ല, നമുക്കൊന്ന് സംസാരിക്കാൻ പോലും, അല്ലെങ്കിൽ നമുക്കൊന്ന് നമ്മുടെ ഭാഗം കേൾക്കാൻ പോലും ഇല്ല. നമ്മളെ പരസ്യമായിട്ട് നിർത്തി ചീത്ത വിളിക്കുക, എന്നിട്ട് എന്റെ ഫോട്ടോ എല്ലാം എടുത്തിട്ട് യൂട്യൂബ് ചാനലുകൾ വഴി മാക്സിമം എന്നെ ആക്ഷേപിച്ചു. നേതൃത്വം കൊടുക്കുന്നത് നേരത്തെ ഞാൻ പിന്നീട് മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ഒരു സജീവ്, ഒരു അൻസർ, ഇവരെല്ലാം LDFന്റെ വലിയ ആൾക്കാരെന്ന് അവർ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനോട് ഇങ്ങനെ പെരുമാറാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവർക്ക് പരാതി കൊടുക്കാം, മുകളിൽ പോയി തഹസീൽദാറിന് പരാതി കൊടുക്കട്ടെ, അല്ലെങ്കിൽ ജില്ലാ കളക്ടർക്ക് പരാതി കൊടുക്കാം. ഞാൻ ഈ കക്ഷരിക്ക് അന്നേരം എന്നെ ചീത്ത വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ചെയ്ത തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് അതിന് നടപടി എടുക്കാം, നിങ്ങൾ പോയി പരാതി കൊടുക്കുക. സർക്കാർ ഭൂമിയിൽ അവിടെ എന്താണ് കളിയിടത്തിന് വേണ്ടിയിട്ടുള്ള പരസ്യവാചകമായിരുന്നു, അത് പരസ്യമായിരുന്നു. കളിയിട പരസ്യമല്ല, ഈ കളിയിടത്തിന്റെ കെയറോഫില് ഇവര് ഈ സ്വർണ്ണ കടക്കാരുടെ ഏതോ ഒരു വലിയൊരു ബോർഡ് സ്ഥാപിക്കാൻ വേണ്ടി അവരുമായിട്ട് എന്തോ എഗ്രിമെന്റ് ചെയ്തു. അത് ശരി. അപ്പൊ ഈ കളിയുടെ ഞാൻ അങ്ങനെ ധരിച്ചത്, അതായത് ഏതോ ജ്വല്ലറിക്കാരുടെ പരസ്യം ഈ പുറമ്പോക്ക് ഭൂമിയിൽ സ്ഥാപിക്കാൻ വേണ്ടി താല്പര്യം എടുത്ത് വന്നയാളാണ് ഇവരല്ലേ? അവര് അപ്പൊ അവർക്ക് അതിനകത്ത് എന്താ പറയാ പൈസ കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിത് ചെയ്തപ്പോഴത്തേക്ക് അവരുടെ ഈ എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ടു. അപ്പൊ എന്നെ ഏതെങ്കിലും രീതി എന്നെ ഈ പലപ്പം അവര് പറയുന്നെങ്കിൽ നിങ്ങൾ എവിടെ വന്നാലും നിങ്ങൾക്ക് ഞങ്ങൾ തരും. സാർ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അതൊരു സംശയം കൂടിയാണ്. അപ്പൊ ഇത്തരം ഈ പുറമ്പോക്ക് ഭൂമിയിൽ ഏതെങ്കിലും പരസ്യ ബോർഡുകൾ സ്ഥാപിക്കണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ചില ചട്ടങ്ങളില്ലേ? എല്ലാത്തിനും ചട്ടമുണ്ട് സാറേ. ഇതെല്ലാം ഇപ്പൊ സർക്കാർ ഭൂമി, പരിചയപ്പെട്ട സർക്കാർ ഭൂമിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം വില്ലേജ് സർക്കാർ. അതിനകത്ത് എന്ത് സംഭവിച്ചാലും അതിന് മറുപടി പറയേണ്ടത് ഞാനാ. അവിടെ ഒരു കുറ്റി അടിച്ചാലും വിളിച്ചാലും കളക്ടർ വിളിച്ച് എനിക്കെതിരെ ചെയ്യും. മാത്രമല്ല, നമ്മുടെ ലാൻഡ് കൺസർവേഷൻ ആക്ട് പ്രകാരം 1957 പ്രകാരം ഇതിനകത്ത് എന്ത് നടപടി കണ്ടാലും ആക്ഷൻ എടുത്തില്ലെങ്കിൽ എനിക്കെതിരെ കോടതി നടപടികൾക്കുള്ള നിയമമാണ് എഴുതി വെച്ചേക്കുന്നത്. അത് ശരി, ഇത് അന്യായമാണ് തീർച്ചയായിട്ടും. താങ്കൾ പക്ഷേ മാനസിക പ്രയാസമൊന്നും വേണ്ട. നമ്മളെന്തായാലും ഈ വിഷയം റവന്യൂ മന്ത്രിയുടെ ശ്രദ്ധയിൽ തന്നെ പെടുത്തുന്നുണ്ട്. അതങ്ങനെ വിടാൻ പറ്റത്തില്ലല്ലോ. ഇതേപോലെ സർക്കാർ ഭൂമി ഏതെങ്കിലും പരസ്യക്കാർക്ക് വേണ്ടിയിട്ട് ഒരാൾ ഒന്ന് പരസ്യ ബോർഡ് സ്ഥാപിക്കാൻ വരുമ്പോൾ നമ്മൾ ചട്ടപ്രകാരം അതിനെതിരെ നീങ്ങുമ്പോൾ ഇങ്ങനെയല്ലല്ലോ ഭീഷണിപ്പെടുത്തേണ്ടത്.
സാർ അതിനെതിരെ ഇവന്മാർ എനിക്ക് ഇത് ഈ എന്നെ വീണ്ടും വരുത്താൻ വേണ്ടി എന്ത് ചെയ്യുന്ന ഇവര് മുഖ്യമന്ത്രിക്ക് CM എന്ന് പറഞ്ഞ പോർട്ടലിൽ പരാതി കൊടുത്ത് അത് അന്വേഷിക്കാൻ വന്ന ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സുപ്രീം ഓഫീസ് ഇവർക്ക് മനസ്സിലായി ഞാൻ ആക്ട് പ്രകാരമുള്ള ആക്ഷനെല്ലാം ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അതിനെതിരെ അവർ പ്രതികരിച്ച രീതിയിൽ യാതൊരു നടപടിയില്ല. അപ്പൊ ഉടനെ എന്ത് ചെയ്തു, വീണ്ടും കൂട്ടമായിട്ട് ഓഫീസിൽ കയറിയിട്ട് ഉപരോധമൊന്നും പറഞ്ഞ് എന്നെ ആക്ഷേപിക്കാവുന്ന രീതിയിൽ എല്ലാം ആക്ഷേപിച്ച് എന്നെ കാലിൽ കൈ പിടിച്ച് ഭൂമിക്കടിയിലാക്കും, നീ അന്നേരം മനസ്സിലാക്കും എന്നൊക്കെ പറഞ്ഞ് കൂട്ടമായിട്ടുള്ള ആക്രമണം. അത് ഈ സജീവൻ, അൻസാർ എന്ന് പറയുന്ന രണ്ടുപേരാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് അല്ലേ? നേരത്തെ പിന്നെ വേറെ ഒരു വേണു. ഇവരൊക്കെ അവിടുത്തെ ഈ CPM-ന്റെ നേതാക്കളാണോ? എല്ലാ CPM നേതാക്കളാണ്. ഓക്കെ, അവരെ എന്തെങ്കിലും ഭാരവാഹികളോ മറ്റോ ആണോ അന്വേഷണത്തിൽ, അങ്ങനെ എന്തെങ്കിലും അറിയാൻ സാധിച്ചിട്ടുണ്ടോ? ഒന്ന് ഏരിയ സെക്രട്ടറി എന്നാണ് എനിക്ക് സാറി. ഞാൻ ഈ പാർട്ടിയുടെ കൂടുതൽ സാർ ചട്ടപ്രകാരമുള്ള കാര്യമേ ചെയ്തിട്ടുള്ളൂവെങ്കിൽ പൂർണ്ണമായിട്ടുമുള്ള പിന്തുണ അങ്ങേക്കുണ്ട്. എല്ലാവരും പൂർണ്ണമായിട്ടും അങ്ങേക്കൊപ്പം ഉണ്ടാവും. ഏതെങ്കിലും പാർട്ടിക്കാരെ ഏതെങ്കിലും ഒരു പരസ്യബോർഡ് സ്ഥാപിക്കാൻ വരുമ്പോൾ അതിന് നിന്നുകൊടുക്കലല്ലോ സർക്കാർ ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ടത്. അത് അങ്ങ് ചെയ്തത് വളരെ കറക്റ്റാണ്. അതാണ് സാറേ. പക്ഷേ ഈ പറയുന്ന പറഞ്ഞാൽ പബ്ലിക്കിന് ഇവർ വേറൊരു തിരിച്ചുപിടി ചെയ്തു. വേറൊരു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വലിയ കൈക്കൂലിക്കാരാണെന്ന് ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഏതെങ്കിലും ഒരു നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ, ഞാൻ മേടിച്ചെന്ന് പറയാനോ അല്ലെങ്കിൽ മേടിച്ചാരെങ്കിലും ഉണ്ടോ, അത് വിജിലൻസിന് പരാതി കൊടുക്കൂ. ആൾക്കാരെ ആക്ഷേപിക്കാൻ മാത്രമല്ല, ഇങ്ങനെയൊക്കെ ഇനി ഒരുപാട് ആക്ഷേപം വരും. താങ്കൾ അഴിമതിക്കാരനാണെന്നും താങ്കൾ വഴിവിട്ട് നടക്കുന്ന ആളാണെന്നും ഒക്കെ ആക്ഷേപമൊക്കെ വന്നേക്കാൻ സാധ്യതയുണ്ട്. അതൊക്കെ നമ്മുടെ മുന്നിൽ കണ്ടുള്ളതല്ലേ. താങ്കൾ അതിലേക്കും വീഴാൻ നിൽക്കേണ്ട, മനസ്സ് പതറുകയും വേണ്ട. കൃത്യമായി തന്നെ നിലപാടെടുത്ത് മുന്നോട്ട് പോകുക. താങ്കൾ ഈ വിവരം മുകളിൽ അറിയിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അതുപോലെ ഞാൻ സ്റ്റേഷനിൽ 2 പ്രാവശ്യം അവിടുന്ന് ഒരു ആക്ഷൻ എടുത്തിട്ടില്ല. ശരി, തീർച്ചയായിട്ടും ഞങ്ങൾ കൂടി അത് ഫോളോ അപ്പ് ചെയ്യാം. എന്തായാലും മിനിസ്റ്ററുടെ ശ്രദ്ധയിലും പെടുത്താം. എന്തായാലും അങ്ങയുടെ കൃത്യമായ ജോലി ചെയ്യട്ടെ. അങ്ങേ പോലുള്ള ആൾക്കാർ അങ്ങനെ കൃത്യമായ പണി ചെയ്തില്ലെങ്കിൽ ഈ പൊതു സ്ഥലങ്ങളെല്ലാം നാട്ടുകാരുടെ കയ്യിലിരിക്കൂലേ. താങ്ക് യു വില്ലേജ് ഓഫീസർ. നെടുമ്പന വില്ലേജ് ഓഫീസറാണ് ഈ വിവരം നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എന്ത് തോന്നുന്നു? വില്ലേജ് ഓഫീസർ പറഞ്ഞത് നമ്മൾ കേട്ടു. ദിലീപ്, ഇനി നമുക്ക് മറ്റൊരു വേർഷൻ കൂടി, ഇവരുടെ വേർഷൻ കൂടി നമുക്ക് കേൾക്കേണ്ടതുണ്ട്. അവരുടെ വേർഷൻ കൂടി വരുന്ന മണിക്കൂറുകളിൽ നമ്മൾ എത്തിക്കുക. ഈ CPM-ന്റെ വേർഷൻ എന്തുകൊണ്ടാണ് ഈ പരസ്യ ബോർഡ് സ്ഥാപിക്കുന്നതിന് ചട്ടമുണ്ടല്ലോ, അത് ചെയ്തത് തെറ്റല്ലേ? സർക്കാരിൻ്റെ അനുമതിയില്ലാതെ സർക്കാരിൻ്റെ സ്ഥലത്ത് പോയിട്ട് ഏതോ ഒരു ജുവലറിയുടെ പരസ്യം വയ്ക്കാൻ വേണ്ടി പോവുക, അത് വില്ലേജ് ഓഫീസറെ തടയുക, അതിന് വില്ലേജ് ഓഫീസർ ഇങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത്? അത് നമുക്ക് അവരുടെ പ്രതികരണം കൂടി എടുക്കാം. നമ്മൾ അന്വേഷിച്ചപ്പോൾ എന്താണ് മനസ്സിലാവുന്നത് ദിലീപ്? ഡോക്ടർ അരുൺകുമാർ, നമ്മൾ അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് ഇദ്ദേഹം ചെയ്തത് കൃത്യമായ സർവീസ് ചട്ടം തന്നെയാണ്. പക്ഷേ ചട്ടം ലംഘിച്ചുകൊണ്ട് അവിടെ ഒരു പരസ്യ ബോർഡുകൾക്ക് JCB ഉപയോഗിച്ചാണ് അവിടെ നിരപ്പാക്കാൻ തുടങ്ങിയത്. അതായത് സർക്കാരിൻ്റെ ഭൂമിയിൽ CPM-ന്റെ അതിക്രമിച്ച് കയറി അവിടെ JCB ഉപയോഗിച്ച് തടയാൻ ശ്രമിച്ചപ്പോൾ നാട്ടുകാരുടെ പരാതിയിലാണ് ഇദ്ദേഹം അവിടെ എത്തിക്കുന്നതും ചെന്ന് നോക്കിയപ്പോഴാണ് സ്വകാര്യ ജ്വല്ലറിക്ക് അദ്ദേഹം അവിടെ ഇത് വെച്ചതും ചെയ്യുന്നത്. ഇത് ഈ ജ്വല്ലറിക്കാരിൽ നിന്ന് പണം വാങ്ങിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ നെല്ലില ഏരിയ സെക്രട്ടറി സജീവനെ ഫോണിൽ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. ഉടൻ തന്നെ നമ്മൾ സജീവനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സജീവന് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുക അടക്കം ചെയ്യുകയും ചെയ്യും. പക്ഷേ നമ്മൾ ഇന്നലെ ഇദ്ദേഹത്തിൻ്റെ ഒരു മാനസികാവസ്ഥയാണ്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ല. ആ പ്രദേശത്ത് മുഴുവൻ ഇദ്ദേഹം കൈക്കൂലിക്കാരനാണെന്ന് പറഞ്ഞ് വാട്സപ്പിലും അത്തരത്തിൽ സന്ദേശങ്ങൾ അയക്കുക, അത് വീഡിയോയും ഫോട്ടോയും ചിത്രീകരിച്ച് അയക്കുകയും ചെയ്യുമ്പോൾ ഇയാൾ പറയുന്നത് താൻ ആത്മഹത്യയുടെ വക്കീലാണെന്ന് പറഞ്ഞപ്പോഴാണ് അവിടുത്തെ ഒരു ജീവനക്കാരനാണ് നമ്മളെ വിളിച്ച് ഈ കാര്യം പറയുന്നത്. അതായത് ഞങ്ങളുടെ സാറിന് ഇത്തരത്തിലുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്, വന്ന് തീർച്ചയായിട്ടും ഇതൊരു വാർത്ത ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇന്നലെ അധികം നേരം നമ്മൾ സംസാരിച്ചപ്പോൾ വളരെ സങ്കടത്തോടു കൂടിയാണ്. തൻ്റെ വീട് കുറച്ച് ഏകദേശം 12 കിലോമീറ്റർ അകലെയാണ്. ആ വീടിൻ്റെ പരിസരത്ത് എത്തിയിട്ട് തൻ്റെ വീടും ചുറ്റുപാടും കുടുംബങ്ങളെ അടക്കം ഇവർ അന്വേഷിക്കുകയും ചെയ്തു. അത് കേൾക്കുമ്പോൾ തനിക്ക് പേടിയാകുന്നു, ഞാനൊരു നവീൻ ബാബു ആകിപ്പോകുമോ എന്നുള്ള ചോദ്യങ്ങളടക്കം അദ്ദേഹം എന്നോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഇതിന് കൃത്യമായ നടപടി ഉണ്ടാകണം തന്നെയാണ് ഇദ്ദേഹം ആവശ്യപ്പെട്ടത്. അത് തന്നെയാണ് കലക്ടർ ഇനി ചെയ്യേണ്ടത്. അടക്കം കലക്ടർക്കാണ് ഇപ്പോൾ അദ്ദേഹം പരാതി നൽകുകയും ചെയ്തിരിക്കുന്നത്. ഡോക്ടർ അരുൺകുമാർ. ഓക്കെ, താങ്ക് യു. ദിലീപ് ദേവസ്യയാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ എന്തായാലും വില്ലേജ് ഓഫീസറുടെ പ്രതികരണം പ്രേക്ഷകർ കേട്ടു. പ്രേക്ഷകർക്ക് എന്ത് തോന്നുന്നു? വില്ലേജ് ഓഫീസർ ചെയ്തത് ന്യായമല്ലേ? ഒരു ഭാഗമേ നമ്മൾ പൂർണ്ണമായും കേട്ടുള്ളൂ, മറുഭാഗത്ത് അന്വേഷണം നടത്തിയിട്ടുണ്ട് നമ്മുടെ റിപ്പോർട്ടർക്കും ബോധ്യമായിരിക്കും, ദിലീപിനും ബോധ്യമായിരിക്കുന്നത് ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടാണ് അക്കാര്യത്തിൽ വില്ലേജ് ഓഫീസർ ഇടപെട്ടിരിക്കുന്നത് എന്നാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. പൊതുപ്രവർത്തകരോട് ഈ ഏതെങ്കിലും തരത്തിൽ സാധാരണക്കാരൻ്റെ വിഷയങ്ങളിൽ ഇടപെടാതിരിക്കുന്ന ഒരു വില്ലേജ് ഓഫീസർക്കെതിരെ ഇത്തരത്തിൽ നീങ്ങുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇത് ഒരു പൊതുസ്ഥലത്ത് ഒരു പുറമ്പോക്കിൽ പോയിട്ട് ഒരു സ്വകാര്യ ജുവലറിയുടെ പരസ്യബോർഡ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് താല്പര്യമെടുക്കുന്നതിൻ്റെ ഒറ്റ യുക്തിയെ കാണത്തുള്ളൂ. അതെന്താണെന്ന് പ്രേക്ഷകർക്ക് അറിയാമല്ലോ. അതെന്തായാലും അത് ചെയ്തത് ശരിയായില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് വില്ലേജ് ഓഫീസർക്കൊപ്പമല്ലേ അത് ചെയ്തത് ശരിയാണെങ്കിൽ നമ്മൾ നിൽക്കേണ്ടതും.